നമസ്കാരം. ഞാൻ ഇന്നൊരു പുതിയൊരു മോഡൽ ഹിപ്പ് ചെയിൻ എന്ന് പറയുന്ന ഒരു റിങ്ങാണ് നമ്മൾ സാരിയിലൊക്കെ സൈഡിൽ കുത്തുന്ന ഒരു റിങ്ങാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെന്നൊക്കെ ഇപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ ഒരു ലോക്കാണിത്, ചെയിൻ ലോക്ക്, ഒരു ലോക്കറ്റ് മോഡൽ ഒരു റിങ്. ഇത് ഇനി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു റിങ് കൊണ്ട് ഇങ്ങനെ ഒരു ലോക്കറ്റും ഉണ്ടാവും. ഇത് ശരിക്കും ഒരു ലോക്കറ്റാണ്. നമുക്ക് ലോക്കറ്റ് പല മോഡലിൽ കിട്ടും. ഇതിപ്പോ അത്യാവശ്യമായിട്ട് നമ്മൾ ഈ റിങ് ഈ ലോക്കറ്റ് മാത്രമാണ് നമ്മൾ ഹിപ്പ് സാരിയുടെ സൈഡിൽ കുത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇത് മാത്രം നമുക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി. അതല്ല, നമുക്ക് ഈ ഒരു ലോക്ക് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ ഒന്ന് അകത്തി കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തിട്ട് ഈ റിങ് ഇട്ട് കൊടുക്കുക. ഈ റിങ് ബാക്ക് സൈഡിലായിട്ട് വരും നമ്മൾ ഇത് ഇടുമ്പോഴത്തേക്ക്. അടുത്ത നമ്മൾ ഈ ലോക്കറ്റിന്റെ ഇത് ഇടുകയാണ്. ശരിക്കും ഇതിങ്ങനെ വരികയാണ്. ഇപ്പൊ നമ്മളിങ്ങനെ അകത്തി വെച്ചിരുന്ന ആ ഒരു ഇത് അടുപ്പിച്ചൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇതൊരു ഹിപ്പ് ചെയിൻ ആയി മാറി. ഈ റിങ്ങിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടയിൽ പ്രചാരമല്ല, വടക്കേ ഇന്ത്യക്കാരുടെ ഇടയിൽ ഇത് വളരെ പ്രചാരമാണ്. അപ്പൊ അവർ ഈ റിങ്ങിന്റെ ഒരു ഉപയോഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വയസ്സായ സ്ത്രീകളാണ് ഇത് കൂടുതൽ ഈ റിങ്ങിന്റെ ഉപയോഗം വരുത്തിയിരിക്കുന്നത്. കാരണം അവരുടെ താക്കോൽ കൂട്ടങ്ങൾ അവരിതിലേക്കാണ് ഇടാറുള്ളത്. എന്നിട്ട് ഇത് അത് അറിയാതിരിക്കാൻ വേണ്ടി, താക്കോൽ കൂട്ടങ്ങളാണ് ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ അവരൊരു ഇതുപോലെ ഒരു ലോക്കറ്റ് മോഡൽ കാണും. എന്നിട്ട് അവരിത് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഇടും. ഇതങ്ങ് അകത്തും പോകും. ഈ റിങ് അങ്ങ് സാരിക്കകത്തോട്ടും പോകും. അപ്പൊ താക്കോൽ കൂട്ടങ്ങളെല്ലാം അകത്തായിട്ടിരിക്കുകയും ചെയ്യും. സാരിക്കും നമ്മളെ കാണുന്നവർക്ക് ഒരു നല്ലൊരു ഭംഗി കാണും, ഇടുന്ന അവർക്കും ഒരു അന്തസ്സും ഇതൊക്കെ കാണും. അതുകൊണ്ട് ഇത് നമ്മുടെ കേരളത്തിലും ഇത് പ്രചാരത്തിൽ വരണം. എല്ലാ സ്ത്രീകളും ഇത് ഉപയോഗിച്ച് തുടങ്ങണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഹിപ്പ് ചെയിൻ കാണിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് കുറച്ച് ഹിപ്പ് ചെയിനുകൾ കാണാം. ഇത് വേറൊരു ഹിപ്പ് ചെയിനാണ്. ഇത് നമ്മൾ ഇതുപോലത്തെ ഫ്രെയിമുകൾ പല മോഡലിൽ നമുക്ക് കിട്ടും. അതിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോൺ ഫിറ്റ് ചെയ്ത് നമ്മുടെ കളറിന്റെ ഡ്രസ്സിനനുസരിച്ച് ഫിറ്റ് എല്ലാം സ്റ്റോണുകൾ പതിപ്പിച്ച് ഇതുപോലെ അവരവർക്ക് ഐഡിയ ഉള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ ഡിസൈൻ ചെയ്ത്, ഇതിപ്പോ ഇങ്ങനെ ഒരു ഈസി മട്ടിലാണ് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് സ്റ്റോൺ ഇപ്പൊ ഇത് നീലയാണ്, നീല സാരിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, വേറൊരു സാരിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ കംപ്ലീറ്റ് ഇതിനെ വൈറ്റ് സ്റ്റോൺ കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ ആ ഡ്രസ്സിനനുസരിച്ച് ഈ ക്രിസ്റ്റലുകൾ മാത്രം കൊടുത്തേച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ ഇത് ഇങ്ങനൊരു മോഡലാവും. നമുക്ക് എന്തായാലും ഈ കീ ചെയിൻ ഒന്നും നമുക്ക് ആവശ്യമില്ല, ഈ റിങ് ആവശ്യമില്ല. നമ്മൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഈ റിങ്ങിനെ ഇങ്ങനെ ഘടിപ്പിക്കും. അടുത്തത് നമ്മളൊരു സിൽവർ മോഡലാണ് ഇടാൻ പോകുന്നത്. അതിന്റെ സൈഡിലൊക്കെ വേണ്ട ജിമുക്ക മോഡല്. നമുക്കിപ്പോ ജിമുക്കകളൊക്കെ വിപണിയിൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളും ജിമുക്കകളൊക്കെ ഇട്ട്, ജിമുക്ക് തന്നെ വേണമെന്നില്ല, മറ്റ് പല ഐറ്റംസും ചേർക്കാൻ നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് നമുക്ക് വരുത്താൻ പറ്റും. അങ്ങനെ ചെയ്ത ഒരു സിൽവറിന്റെ ഒരു മോഡലാണിത്. അത് കഴിഞ്ഞ ഒരു ആന്റിക് ഉണ്ട്, ടെമ്പിൾ ജ്വല്ലറിയിൽപ്പെട്ട ഒരു ആന്റിക്കാണിത്. ഇത് കണ്ട ഇവര് സൈഡിൽ ഈ ഒരു വലിയൊരു ജിമുക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇങ്ങനത്തെ ഫ്രെയിമുകളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതും ഇങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ ഹിപ്പ് ചെയിൻ മാത്രമായിട്ടല്ല ഇത് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുള്ളത് അവരിത് തലയിൽ ക്ലിപ്പായിട്ട് ഇങ്ങനെ റബ്ബറിന് പകരം അവര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ക്ലിപ്പ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുത്തി ഇങ്ങനെ ഇടും. ഇടുമ്പോൾ തലയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതും ഒരു ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടുമാണ് ഇത് ഈ ഒരു ഐറ്റംസ് കൊണ്ട് നമുക്ക് യൂസ് ആയിട്ടുള്ളത്.